സ്വന്തം രാജ്യത്തെ ഒരു പ്രവിശ്യയിൽ പ്രവേശിക്കാൻ പ്രധാനമന്ത്രിക്ക് വിസ വേണം. കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതും പാകിസ്ഥാന്റെ ഭാഗമെന്ന് അവർ അവകാശപ്പെടുന്ന ബലൂചിസ്ഥാനിൽ നിന്ന്. അഴിമതി കേസുകളല്ല, മറിച്ച് വിസ നിയമങ്ങൾ ലംഘിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പാക് പ്രധാനമന്ത്രിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. 2026 ജനുവരി 8 പുറപ്പെടുവിച്ച ഈ അപ്രതീക്ഷിത ഉത്തരവ് പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ നേതാവ് മിർ യാർ ബലൂജാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പുറത്തുവിട്ടത്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും അവിടെ പ്രവേശിക്കാൻ ഏതൊരു വിദേശിയെയും പോലെ തന്നെ പാക് പ്രധാനമന്ത്രിക്കും വിസ നിർബന്ധമാണെന്നുമാണ് ഇവരുടെ വാദം. സാധുവായ രേഖകളില്ലാതെ അതിർത്തി കടന്നാൽ ഷഹബാസ് ഷെരീഫിനെ ക്വറ്റ വിമാനത്താവളത്തിൽ വെച്ചോ മറ്റേതെങ്കിലും പ്രവേശന കവാടത്തിൽ വെച്ചോ കസ്റ്റഡിയിൽ എടുക്കാനാണ് നീക്കം. കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് ഷെരീഫിനെ അറസ്റ്റ് ചെയ്ത് പാകിസ്ഥാനിലേക്ക് നാട് കടത്തുമെന്ന കർശന നിലപാടിലാണ് ബലൂചിസ്ഥാൻ അധികൃതർ. വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. പാക് സൈന്യത്തിന്റെ ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ അവിടെ വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രധാനമന്ത്രിക്കെതിരെ വിസ ലംഘനം ചൂണ്ടിക്കാട്ടി വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേയില്ല. തങ്ങളൊരു പ്രത്യേക രാഷ്ട്രമാണെന്നും പാകിസ്ഥാൻ അവിടെ ഒരു വിദേശ ശക്തി മാത്രമാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു നീക്കത്തിലൂടെ ബലൂചിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഷഹബാസ് ഷെരീഫ് എന്നൊരു പ്രധാനമന്ത്രി അവിടെ നോക്കുകുത്തിയായി മാറുകയാണ്. സ്വന്തം മണ്ണിൽ പോലും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് മാറുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവാണത്. കര, കടൽ, വ്യോമ മാർഗങ്ങളിലൂടെ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുമെന്നാണ് ബലൂചിസ്ഥാൻ നൽകുന്ന സന്ദേശം. ഇത് പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. അയൽ രാജ്യമായ പാകിസ്ഥാനിൽ സംഭവിക്കുന്ന ഈ അധികാര തർക്കങ്ങളും വിഘടനവാദ നീക്കങ്ങളും ഒക്കെ തന്നെ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. സ്വന്തം പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു പ്രവിശ്യ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് എത്രത്തോളം അപകടത്തിലാണ് എന്ന് അടിവരയിടുന്നു. വരും ദിവസങ്ങളിൽ ഷഹബാസ് ഷെരീഫും പാക് സൈന്യവും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.